പ്രാർത്ഥന കേൾക്കാത്തത് എന്തുകൊണ്ട്? വൈ ഗോഡ് ഡസൻറ്റ് ഹിയർ അവർ പ്രേയേഴ്സ്? ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. വളരെ വ്യക്തമായിട്ടും വചനം എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേൾക്കാത്തത്? നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കൈകൾ രക്തം കൊണ്ട് മലിനമാണോ? വിരലുകൾ അകൃത്യം കൊണ്ട് മലിനമാണോ? നമ്മുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നുണ്ടോ? എൻ്റെ നാവ് നീതികേടാണോ ജപിക്കുന്നത്? നമ്മൾ ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതായത് ദൈവം പറയാണ്, സത്യവാനും നീതിവാനും വിശുദ്ധനുമായ ദൈവം പറയാണ്, ഐ ആം എ ഹോളി ഗോഡ്, ഞാൻ വിശുദ്ധനാണ്. ഐ ആം ഹോളി ഹോളി ഹോളി. ഹോളിനെസ് ഈസ് ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ്. പല ദൈവങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഹോളിനെസ് ഇല്ല. പക്ഷെ നമ്മുടെ ദൈവത്തിന് അധികമായ വിശുദ്ധിയാണ്. ഈ യെശയ്യാ 6-ാം അധ്യായത്തിന് 1-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദ വേർഡ് ഹോളി ഹോളി ഹോളി, ദൈവദൂത സാറാഫുകൾ, കേറൂബുകൾ, ദൂതഗണങ്ങൾ സദാസമയം 24 മണിക്കൂർ 7 ദിവസം. നമുക്ക് സമയമുണ്ട്, സ്വർഗത്തിൽ സമയമില്ല. മുഴുവൻ സമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് ദ വേർഡ് ഹോളി ഹോളി ഹോളി. എന്ത് നാം പറയുന്നോ അത് സംഭവിക്കണമല്ലോ. അത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഞാനിവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഭവനം ഹോളി ഹോളി ഹോളി, എൻ്റെ മക്കൾ ഹോളി ഹോളി, ഞാൻ ഹോളി ഹോളി ദൈവനാമത്തിൽ പറഞ്ഞ എൻ്റെ മുഖത്ത് വിശുദ്ധി കയറി വരും. കാരണം നമ്മൾ പറയുന്നത് സൃഷ്ടിക്കുകയാണ്. അപ്പം എല്ലാ സമയവും ദ വേർഡ് ഹോളി 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 എന്ന് സ്വർഗത്തിൽ വിളിച്ച് പറയുന്നു എങ്കിൽ കർത്താവിൻ്റെ ഹോളിനെസ്സിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്യാൻ അശുദ്ധിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ഉത്തരമായിട്ട് കടന്നു വരാത്തത്. ദൈവം ഏതൊരു പ്രാർത്ഥന കൊണ്ടുവരുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് ആദ്യമേ നമ്മുടെ ജഡത്തിൽ കൊണ്ടുവരുന്നു എങ്കിൽ ഈ പ്രോസസ്സാണ്. ആ പ്രാർത്ഥനാ സമയത്തിൽ മാറ്റം വരുന്നത് ദൈവത്തിനല്ല, മാറ്റം വരുന്നത് പ്രാർത്ഥിക്കുന്ന നമുക്കാണ്. നമ്മൾ മാറിക്കൊണ്ടിരുന്നിട്ട് ഒരു സ്റ്റേജ് എത്തും, ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മൾ കടക്കും. ആ ടൈമിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. യെശയ്യാ 59 ആദ്യ ഭാഗം ഇങ്ങനെയാണ്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ് കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പം രക്ഷിക്കാൻ വയ്യാത്തവണ്ണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല എന്ന് പറയുമ്പം ഈവൻ ദ ഡീപ്പസ്റ്റ് ഓഫ് ദ പിറ്റ് ഗോഡ് ക്യാൻ റീച്ച്. ദൈവത്തിന് റീച്ച് ചെയ്യാൻ വയ്യാത്ത ഒരു അധപ്പതിച്ച സ്ഥിതിയും ജീവിതത്തിലില്ല. ഏത് പാപിയും, ഏത് ഡ്രഗ് അഡിക്റ്റും, ഏത് കൊലപാതകയും കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ കഴുകുമ്പം ശുദ്ധിയാക്കുന്നു. വലതുഭാഗത്തെ കള്ളനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു നിമിഷം കൊണ്ട് സ്വർഗത്തിലെ പറുദീസ അനുഭവിക്കാൻ യോഗ്യനാക്കി മാറ്റുന്നു. ഇതൊക്കെ സാധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ വിചാരം നമ്മുടെ ദൈവത്തിനെന്തോ കുഴപ്പം പറ്റിയിട്ടോ? അല്ലല്ല, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. ഈസ് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആൻഡ് സ്റ്റേബിൾ. മാറ്റമില്ലാത്ത, ഒരിക്കലും വിട്ടുമാറാത്ത, സത്യത്തിൽ മാത്രം നിൽക്കുന്ന അതിവിശുദ്ധനായ ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല. തെറ്റുപറ്റുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിനാണ്. നമ്മുടെ പാപങ്ങളാണ് അവനിൽ നിന്ന്. അവൻ്റെ കൈ നമുക്ക് സഹായിക്കാൻ വയ്യാതാകുന്നത് നമ്മുടെ അധമമായ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പറയുന്നത് കൈകൾ രക്തം കൊണ്ട്. അപ്പം നമ്മൾ കൈകൾ രക്തം കൊണ്ടും വിരലുകൾ അകൃത്യം കൊണ്ടും ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കൈ വിശുദ്ധമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണോ ചെയ്യുന്നത്? അപ്പോൾ കൈകൾ രക്തം കൊണ്ടെന്ന് പറയുമ്പം ഒരാൾ വേറൊരാളെ കൊല്ലുക,
ഒരിക്കലും നമുക്ക് അവകാശമില്ലാത്തൊരു കാരണം. ഡു നോട്ട് മർഡർ അനദർ പേഴ്സൺ. എന്ത് കാരണവശാലും ഒരാൾക്ക് വേറൊരാളെ കൊല്ലാൻ അവകാശമില്ല. ബിക്കോസ് അതിൻ്റെ അധികാരി ദൈവമാണ്. മരണത്തിൻ്റെ നീക്കുപോക്ക് യഹോവയ്ക്കുള്ളത്, ജീവനും മരണവും ദൈവത്തിൻ്റെതാണ്. അപ്പം നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് വേറൊരാളെ ഉപദ്രവിക്കുകയോ അവരെ കൊല്ലുകയോ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ വയ്യാത്തൊരു പ്രവൃത്തി നമ്മളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിരലുകൾ അകൃത്യം കൊണ്ട് മലിനമാകുന്നു. എൻ്റെ വിരലുകൾ അകൃത്യത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ, ഈ ലേഡി മാക്ബത്ത് ഷേക്സ്പിയർ എഴുതിയ ബുക്കിനകത്ത് ഹാംലെറ്റിനകത്ത് ലേഡി മാക്ബത്ത് വെള്ളം ഒഴിച്ച് കൈ കഴുകിയിട്ട് ഈ വെള്ളം കൊണ്ടൊന്നും എൻ്റെ കൈ കഴുകാനൊക്കത്തില്ലെന്ന്. അത്രമാത്രം അശുദ്ധമായ വിരലുകളും കൈകളുമായി മാറുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൈകൾ കൊണ്ടും വിരലുകൾ കൊണ്ടും ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും ചെയ്യത്തില്ല എന്ന് ദൈവത്തോട് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഈ കൈകൾ കർത്താവിൻ്റെ കൈകളാണെങ്കിൽ ഇതുകൊണ്ട് നന്മയല്ലാതെ ഒന്നും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തിന്മയായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ പരിശുദ്ധനായ ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ അന്തരാത്മാവിനോട് സംസാരിക്കുന്ന ദൈവം, നീ വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ തിന്മ ചെയ്യാതിരിക്കാൻ തക്കവണ്ണം നിന്നെ സൂക്ഷിക്കുന്ന കടമ ദൈവം ഏറ്റെടുക്കും. പക്ഷെ നമ്മൾ അവൻ്റെ അടുക്കൽ അപ്രോച്ച് ചെയ്യണം. വി ഹാവ് ടു കം നിയറർ ആൻഡ് നിയറർ ടു ഹിം. അവൻ്റെ അടുക്കൽ വന്നിട്ട് ദൈവത്തിൻ്റെ മുഖം കാണുമ്പം, ദൈവത്തിൻ്റെ സ്വരൂപം നമ്മളിൽ ഉണ്ടാകുമ്പം നമ്മൾ ദൈവത്തെ പോലെ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ഒരു പദവിയിലാണ് ദൈവം സന്തോഷിക്കുന്നത്. എന്നാൽ ഉണ്ടാകുമ്പോഴേ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേ വിശുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും അറിയാതെ തിന്മ ചെയ്യും. പക്ഷെ ഒരു ഗുണമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ നമ്മളെ റിസ്ട്രെയിൻ ചെയ്യും. ഒരു വഴിയിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് പോകുമ്പോൾ അവിടെ നിർത്തിയേച്ച്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയെ നമ്മളെ നിർത്തിയേച്ച്, അതുപോലെ നമ്മുടെ വായിക്ക് അധരദ്വാരത്തിന് ഒരു കടിഞ്ഞാണിട്ടിട്ട് ദൈവം പറയും അത് മതി എന്ന് പറയുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ ദൈവം എന്നോട് നിങ്ങളോട് എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ഞാൻ റെഡിയാണ്, പക്ഷെ നിങ്ങളെ തന്നെ എൻ്റെ പോലെ ആക്കണം. കാരണം ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സ്വരൂപത്തിലും ചിന്തയിലും അല്ല നിങ്ങൾക്കത് ലഭിക്കുന്നത് എങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് നാശത്തിനായി മാറും. കണ്ടിട്ടുണ്ടോ? ഈ പ്രയത്നിക്കാതെ ഏതൊരു വ്യക്തിക്ക് അധിക ധനം കിട്ടുന്നുണ്ടോ, തലമുറകളിൽ കൂടെ പിതാക്കന്മാരുടെ സമ്പത്തുകൾ പിൻതലമുറകളിൽ വരുന്നവരെ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഈ വസ്തുവകളൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ശകലം പോലും നീതിയായിട്ട് അവർ ചിന്തിക്കത്തില്ല. കാരണം അവരെ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലല്ലോ, അവരുടെ പിതാക്കന്മാർ വലിയ വലിയപ്പച്ചന്മാരുണ്ടാക്കിയിട്ട് അതിന് അധ്വാനിക്കുകയോ വേർത്തോ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തോ ഒന്നും ഉണ്ടാക്കി കിട്ടിയതല്ല ഈ സമ്പത്ത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ പലപ്പോഴും അനുഗ്രഹത്തെക്കാട്ടി കൂടുതൽ ശാപമാണ് കടന്നു വരുന്നത്. ഈ പ്രോപ്പർട്ടി ഒത്തിരിയുള്ള മിക്ക കുടുംബങ്ങളും നമ്മുടെ ഈ ദേശങ്ങളിലൊക്കെ തന്നെ, ട്രാവൻകൂർ സ്റ്റേറ്റിലൊക്കെ എവിടെയെല്ലാം മുൻതലമുറകൾ ഒത്തിരി പണം അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ഥലങ്ങൾ, അവിടെയെല്ലാം ഡിവിഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല. അതൊരു വലിയ സത്യം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തെക്കാട്ടി കൂടുതൽ എന്തിനെങ്കിലും കൂടുതൽ വെച്ച് ആരാധിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ലോകപ്രകാരമായ ദുഷ്ടശക്തികൾ കയറി വന്നിട്ട് സത്യദൈവത്തിൻ്റെ വിശുദ്ധമായ ജീവിതത്തിൽ നിന്നും അവനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന നമ്മളെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്കങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൈകൾ രക്തം കൊണ്ടും എൻ്റെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അവൻ്റെ മുമ്പിൽ നമ്മൾ ഈ ഒരു വചനം വരുമ്പം പലപ്പോഴും നമ്മൾ കർത്താവ് അവനവനെ തന്നെ അനലൈസ് ചെയ്യാണ്. എന്നിൽ എന്താണ് കുറവ്, എന്നിൽ ദൈവത്വത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതിരിക്കാൻ എന്താണ് കുറവ്, അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്നതിന് കർത്താവിന് മുമ്പിൽ വന്ന് പശ്ചാത്താപത്തോടെ മാനസാന്തരപ്പെട്ട് അതെല്ലാം നമുക്ക് കർത്താവിനോട് ചോദിക്കാം. ദൈവം എവിടെയാണ് എൻ്റെ ബലഹീനത വെളിപ്പെടുത്തി തരണമെന്ന് അവൻ വെളിപ്പെടുത്തി തരും. ഇന്ന് ദിവസം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോട് ചേർന്ന് അവൻ്റെ വിശുദ്ധിയിലേക്ക് നമുക്കൊന്ന് കയറാം. ഈ ഹോളിനെസ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് അതിവിശുദ്ധൻ വിശുദ്ധൻ വിശുദ്ധൻ എന്ന് നമ്മൾ പറയുമ്പം അറിഞ്ഞോ അറിയാതെ നമ്മളിൽ ആ വിശുദ്ധത്തിൻ്റെ തരംഗം വന്ന് കൊണ്ടിട്ട് നമ്മളിൽ വിശുദ്ധിയാവുകയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും നമ്മൾ ഓരോ സഭായോഗങ്ങളിൽ ചെല്ലുമ്പോഴും സ്തോത്രവും സ്തുതിയുമായിട്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയും തീ കത്തും ചിലരിൽ. എന്നിട്ട് ആ തീ മറ്റുള്ളവരിലേക്കും പടർന്നു കഴിഞ്ഞിട്ട് നമ്മളിലുള്ള അശുദ്ധി മാറി ക്രിസ്തുവിനെ പോലെ വിശുദ്ധരായി മാറും. അപ്പം ഉടനെ ഉത്തരവും കിട്ടും. അതാണ് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, അതിവിശുദ്ധനായ നിൻ്റെ മുൻപിലേക്ക്
നേരം വെളുക്കും അതിരാവിലെ നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരാൻ നീ ആഗ്രഹിക്കുന്നു. രാവിലെ തോറും നിൻ്റെ കരുണ പുതിയതാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ നശിച്ചു പോകാതിരിക്കുന്നത് നിൻ്റെ മഹാകരുണ കൊണ്ടാണെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ നിന്നെപ്പോലെ ആകണം. അപ്പന് മക്കൾ അപ്പൻ്റെ കൂട്ടാകണം എന്ന് ആഗ്രഹമുള്ളതുപോലെ തന്നെ പിതാവാം ദൈവത്തിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ നിന്നെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ലോകം മുഴുവനും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ഒരു കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവേ, ദുഷ്ടൻ്റെ സകല ചിന്തകളും അഴിഞ്ഞു പോവുക തന്നെയല്ല, ഞങ്ങളുടെ ആധരങ്ങളെ, ഞങ്ങളുടെ കൈകളെ, ഞങ്ങളുടെ കണ്ണുകളെ, ചെവിയുടെ അവയവങ്ങളെ ഓരോന്നിനെയും അപ്പച്ചൻ ശുദ്ധീകരിച്ചുകൊണ്ട് നിൻ്റെ രൂപമാക്കി മാറ്റി. അത് കഴിഞ്ഞ് നമ്മൾക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ അത് ശരിയായിട്ട് ഉപയോഗിക്കാനുള്ള കൃപയും കൂടെ അതിൻ്റെ അത്, അല്ലെങ്കിൽ വിസ്ഡം, അല്ലെങ്കിൽ ജ്ഞാനം, പരിജ്ഞാനം അതിൻ്റെ കൂടെ നീ തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ തലമുറകൾക്ക് വേണ്ടി പിതാക്കന്മാർ തൻ്റെ തലമുറകൾക്ക് സമ്പാദ്യം ഉണ്ടാക്കി വെക്കുമെന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ അത് ലഭിക്കുമ്പോൾ അത് വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും ഞങ്ങളുടെ അടുത്ത തലമുറകൾക്ക് ഇട്ടുകൊടുക്കണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്നിൽ നിന്ന് വാങ്ങിച്ചെടുത്തത് അത് വിശുദ്ധിയോടെ ഉപയോഗിച്ച് നൂറുമേനിയായിട്ട് അത് പ്രയോജനപ്പെടുത്തി വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഇതാ വിചാരകനായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ വിളിച്ചു മാറ്റുന്ന ദിവസമാക്കി എന്ന് മാറ്റട്ടെ. ഒരതിശയം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അപ്പച്ച. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.